നമസ്കാരം. എൻ ടി വിയുടെ ഫേസ് ടു ഫേസിൽ ഇന്ന് നാട്ടിക MLA CC മുകുന്ദനാണ് ചേരുന്നത്. അദ്ദേഹം നാട്ടിക മണ്ഡലത്തിൽ നടത്തിയ വികസനത്തെക്കുറിച്ച്, പൊതുരാഷ്ട്രീയത്തെക്കുറിച്ചെല്ലാം നമ്മളോട് സംസാരിക്കും. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് നാട്ടിക മണ്ഡലത്തിലെ ഒരു ടേം MLA ആയിരിക്കുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. എത്രത്തോളം വികസനമാണ് നാട്ടിക മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ താങ്കൾക്ക് എത്തിക്കാൻ സാധിച്ചത്? പൊതുവെ ഒരു 9 പഞ്ചായത്തുകളായിട്ടാണ് നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലം വന്നുകൊണ്ട്. അത് കടൽ, കായൽ, കുന്നുപ്രദേശം, കാർഷിക മേഖല തുടങ്ങിയ 5 പ്രധാനപ്പെട്ട മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് നാട്ടിക മണ്ഡലം. അവിടെ വികസനം എന്ന് പറയുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പഠിച്ചു. നിലവിൽ ഇതിനു മുമ്പും MLA ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ പ്രവർത്തനത്തെ സംബന്ധിച്ച് സ്വയം പഠിക്കുകയും അതിലെന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ ചെയ്യേണ്ടതിനെ കുറിച്ച് പൊതുവെ ഒരു ആലോചന ഉണ്ടായി. പക്ഷേ ആലോചനിക്കുമ്പോൾ തന്നെ നമ്മുടെ കാഴ്ചപ്പാടും ധാരണയുണ്ട്. പ്രത്യേകിച്ച് നാട്ടിക നിയോജകമണ്ഡലം എന്ന് പറയുമ്പോൾ എൻ്റെ മണ്ഡലമാണ്. അപ്പം എൻ്റെ മണ്ഡലത്തിൻ്റെ വികസനം പൊതുവെ നമ്മൾ ഈ പറയുന്ന ജനപ്രതിനിധി അല്ലെങ്കിലും തിരഞ്ഞെടുപ്പല്ലെങ്കിലും പൊതുവെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ കാര്യമായൊരു പരിശോധനയ്ക്ക് വിധേയമാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ വികസനം നമ്മൾ പൂർണ്ണമായി മണ്ഡലത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ആദ്യമായിട്ട് നമ്മൾ ആലോചിച്ചത് കൃഷി മേഖലയാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൃഷി മേഖലയായിട്ട് വരുന്നത്. ഒന്ന്, കൃഷിക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ, കൂടാതെ തന്നെ ആ കാർഷിക മേഖലയിലുള്ള തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ കൂടി ഏറ്റവും പ്രധാന കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് മുമ്പത്തെ സർക്കാരാണെങ്കിൽ കുറച്ച് പൈസ അതിന് മാറ്റിവെച്ചിരുന്നു. കൂടാതെ തന്നെ കൃഷിക്കാർക്ക് എപ്പോഴും ആവശ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അവരെ ആവശ്യം നിറവേറ്റുന്ന ആവശ്യമായ രീതിയിലുള്ള അവർക്ക് വിത്ത്, വളം തുടങ്ങിയ കുറേ സബ്സിഡികളൊക്കെ കിട്ടണം. അതിനുള്ള ഇടപെടലുണ്ടായി. നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കുക കൃഷിക്കാരുടെ കാര്യം മാത്രമല്ല, തൊഴിൽ മേഖലയിൽ കാർഷിക പ്രവർത്തനം നടത്തുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. അപ്പോൾ ഒരു പുതിയ ഇന്നത്തെ ആധുനിക രീതിയിലുള്ള കൃഷി രീതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരെ തൊഴിൽ അല്പം കുറയുണ്ടായി. അപ്പോൾ തൊഴിലിനെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നാണ് മനസ്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയ ആധുനിക രീതിയിലുള്ള പ്രധാനപ്പെട്ട രീതികളൊക്കെ എൻ്റെ അകത്ത് കാർഷിക മേഖലയുണ്ട്. ഒന്ന്, നമുക്ക് പണ്ട് കന്നുകാലിയിൽ വെച്ച് പൂട്ടിയിരുന്ന പ്രദേശമാണ്. ഇപ്പോൾ അതല്ല, ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് പൂട്ടുന്നത്. പിന്നെ മരുന്നടിക്കുന്നതൊക്കെ മറ്റേ മനുഷ്യരാണ് അടിച്ചിരുന്നത്, തൊഴിലാളി അടിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള അടികളൊക്കെ നടക്കുന്നത്. അങ്ങനെ തൊട്ട് സെറ്റ് വരെ പണികളൊക്കെ പുതിയ ആധുനിക രീതിയിലേക്ക് വന്നപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിന് വേദന വരാനുണ്ടായി. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് കർഷകർ പ്ലസ് തൊഴിലാളിയാണ്. അപ്പോൾ ആ കാർഷിക പ്രവർത്തകരെ സംരക്ഷിച്ചുകൊണ്ട് തൊഴിൽ മേഖലയെയും കാർഷിക രക്ഷിക്കണം എന്നൊരു പദ്ധതികൾക്ക് രൂപം നൽകൽ വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കൃഷിക്കാരുണ്ടാക്കുന്ന നെല്ല്. അവർ ഉൽപ്പാദിക്കുന്ന നെല്ല് ചില സമയങ്ങളിൽ നമുക്ക് ഓരോ പാടശേഖരങ്ങളും അവരവിടെ സമയങ്ങളുണ്ട്, സോൺ തീരുമാനിക്കും. ആ സോൺ പ്രകാരമാണ് കൃഷി രീതികൾ അവർ നടപ്പാക്കുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൃഷി ലാഭകരമല്ല എന്നെ പറഞ്ഞ് സോൺ സമയം നോക്കി ഏറ്റവും പ്രധാനപ്പെട്ട സമയം എടുത്തിട്ടാണ് കൃഷിക്കാരൻ കൃഷി ഇറക്കുന്നത്. പക്ഷേ അങ്ങനെ കഴിയും തോറും നമ്മുടെ തൊഴിൽ കുറേശ്ശെ ഇല്ലാതാവുന്നൊരു മാനസിക തകരാറ് വരാനുണ്ടായി. അപ്പോൾ ചില പദ്ധതികളൊക്കെ അവർ സർക്കാരിനെ സമർപ്പിച്ചിരുന്നു. കാർഷിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട തൊഴിൽ സംരക്ഷിക്കാൻ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, കാർഷിക മേഖലയും പ്ലസ് തൊഴിലും കൂടി വരുമ്പോൾ അവർക്കും കൂടി ഈ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നതിന് ആവശ്യമായ പദ്ധതിയിൽ ആവിഷ്കരിക്കണം. ഈ കർഷക തൊഴിലാളിക്കും കൃഷിഭൂമി വേണം. അപ്പോൾ അതിനൊരു പദ്ധതി ആവിഷ്കരിച്ച് സർക്കാരിന് കൊടുത്തിരുന്നു. സർക്കാർ ഒരു കാലഘട്ടത്തിൽ അത് നടപ്പാക്കി പാവപ്പെട്ടവർക്ക് ഭൂമി കൊടുത്ത് കൃഷി ചെയ്യിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തി ഇപ്പോൾ കൃഷിക്കാരൻ്റെ ആവശ്യങ്ങൾ നടപ്പാക്കുന്ന രീതിയിലൊക്കെ പോകുന്നു. പക്ഷേ മറ്റുള്ള പണികളൊക്കെ, കാർഷിക പണികളൊക്കെ അവിടെ സ്വയം ഇപ്പോൾ ആധുനിക രീതിയിലുള്ള മിഷനറി ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ പരമ്പ് വയ്ക്കാനായാലും വിത്ത് വിതയ്ക്കലോ, ഇപ്പോൾ ഇന്നാളെ ഞാൻ വിത്ത് വിതയ്ക്കേണ്ട രീതിയിൽ ഉദ്ഘാടനം ചെയ്യേണ്ടായി. വിത്തൊക്കെ വിതയ്ക്കുന്നത് ഇപ്പോൾ ആധുനിക രീതിയിലാണ്. അപ്പോൾ അത് വരുമ്പോൾ കാർഷിക മേഖല തൊഴിൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ആ തൊഴിൽ സംരക്ഷിക്കാൻ ഇനിയും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ മുന്നോട്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആലോചിച്ചത് നെല്ല് കൊണ്ടുവരുന്ന നെല്ല് എടുത്ത് നമുക്ക് കൃഷി, ആ നെല്ല് കൊയ്തിറങ്ങുമ്പോൾ ഈ പ്രകൃതിയിൽ ചിലതൊക്കെ മഴയൊക്കെ വരുമ്പോൾ നെല്ല് പാടത്ത് കിടന്ന് മുളയ്ക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല കമ്പനികളും ആ നെല്ല് എടുക്കുന്നില്ല. സർക്കാരിൻ്റെ കോൺട്രാക്റ്റ് സ്ഥലത്തുള്ള കമ്പനിക്കാർ ഇത് എടുക്കുന്നത്. അതൊഴിവാക്കി നമ്മൾ കൃഷിക്കാരൻ തന്നെ ഒരു പുതിയ രീതിയിൽ ഒരു സൊസൈറ്റിയൊക്കെ രൂപീകരിച്ച നെല്ലെടുക്കാനുള്ള ആവശ്യമായ നടപടിയുമായി ബന്ധപ്പെട്ട് അതിനെ നെല്ല് സംരക്ഷിക്കാനുള്ള മേഖലയായിട്ട് ബന്ധപ്പെടുത്തിയ സ്ഥലം നോക്കി അതൊരു വലിയൊരു ഈ നെല്ല് നമ്മൾ ഗോഡൗൺ ഉണ്ടാക്കി ആ സംഭരിക്കുന്ന നെല്ല് നമുക്ക് കരയ്ക്ക് കയറ്റി കൃഷിക്കാരനെ രക്ഷിക്കാം. അപ്പോൾ നമുക്ക് നിലവിലുള്ളവർ വേണ്ട, ആര് വേണ്ട, നമ്മുടെ അഗ്രിമെൻറ്റ് ചെയ്യുന്ന ഇവർ വേണ്ട, നമുക്കപ്പോൾ കമ്പനിക്കാർ വേണ്ട, നമുക്ക് കൃഷിക്കാരൻ തന്നെ ഏറ്റെടുത്ത് നെല്ല് സംഭരിക്കുകയും നെല്ല് വിൽപ്പന നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഈ നെല്ല് അരിയാക്കണം.
അതിനിപ്പോൾ പുതിയ മിഷനറി ഉണ്ട്. അപ്പോൾ ആ പുതിയ മിഷനറി വെച്ചിട്ട് അവർ ആ നെല്ല് സംഭരിച്ച് നമ്മുടെ ജനങ്ങൾക്ക് മുഴുവൻ കൊടുത്ത് ആ അരി കൊടുത്ത് ബാക്കിയുള്ള അരി മുഴുവനും നമുക്ക് പുറത്തേക്ക് ഇപ്പോൾ വിദേശ അയച്ചു കൊടുത്ത് ലാഭകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു ആശയമുണ്ട്. ചിലർ നടപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു പദ്ധതിയായിട്ട് 10 കോടി രൂപ അതിനു വേണ്ടി ഈ കാർഷിക മേഖലയുടെ പുതിയ ജീവൻ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല വെള്ളം ഇറക്കുന്നതും കയറ്റുന്നതിന് ആവശ്യമായ ഷട്ടറുകൾ പണിയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പാടാസങ്ങളിലേക്കും വഴികൾ ഉണ്ടാക്കി നെല്ല് സംരക്ഷിച്ചു പോകുന്നതിന് കൃഷിക്കാരെ അവർ തൊഴിൽ സംരക്ഷിക്കുന്ന ആവശ്യമായ രീതിയിലുള്ള ആവശ്യമായ നമ്മുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ഒരു ഭാഗം നമ്മുടെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള സ്ഥലമാണ് നാട്ടിക നിയോജകമണ്ഡലം. അപ്പോൾ അതിനാവശ്യമായ നടപടി സ്വീകരിച്ച് നമ്മൾ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണം എന്നുള്ള ഫണ്ട് 5 കോടി രൂപ മാറ്റിവെച്ചു. ഇനി അടുത്ത ബഡ്ജറ്റോട് കൂടി ഒരു 5 കോടി കൂടി മാറ്റിവെച്ചാൽ കുറച്ചൊക്കെ ഭേദപ്പെട്ട രീതിയിൽ പോകാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ നമ്മൾ കാർഷിക മേഖലയിൽ നമ്മൾ നടപ്പാക്കാൻ. ഇപ്പോൾ ഞാനൊരു കാര്യം കൂടെ, ഇപ്പോൾ സാങ്കേതിക വിദ്യയോട് നമുക്ക് പുറംതിരിഞ്ഞ് നിൽക്കാനാവില്ല. ഡ്രോണുകളെല്ലാം വിത്ത് വിതയ്ക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരു രീതി വരുന്നില്ലേ? ഇപ്പോൾ തൊഴിലിൽ എടുക്കാൻ ആളുകളില്ലാത്തത് കൊണ്ടാണോ ഇത്തരം സാങ്കേതിക വിദ്യയെ നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടി വരുന്നത്? അല്ലെങ്കിൽ തൊഴിലെടുക്കാൻ നമുക്കിപ്പോൾ നമ്മുടെ പാടങ്ങൾ നോക്കുകയാണെങ്കിൽ മലയാളികളേക്കാൾ കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വരുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഈ കാർഷിക വൃത്തിയിൽ നിന്ന് പിന്മാറുന്നുണ്ടോ? അല്ല, പിന്മാറുക എന്ന് പറയുമ്പോൾ മിക്കതും കൃഷിക്കാരൻ പറയുന്നത് നമ്മുടെ തൊഴിലാളികൾ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തിക ബാധ്യത കൂടുതൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ആ സാമ്പത്തിക പരാതിയിരിക്കാൻ നോക്കുക എന്നൊരു ഇതാണ്. പക്ഷേ കൃഷിക്കാരന് ആവശ്യമായ രീതിയിലുള്ള സബ്സിഡി സർക്കാർ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സബ്സിഡി സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാർഷിക മേഖല മറ്റേ തൊഴിലാളിയെ ഞാൻ പറഞ്ഞൊരു ആശയം പറയണ്ടായി. തൊഴിലാളികൾക്കും കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ കൃഷിക്കാരനും തൊഴിലാളിയും ഒന്നായി നിന്ന് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ പാഠശാലകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന തൊഴിൽ അങ്ങനെ കൂടി നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ആവുന്നതും ഈ തൊഴിലാളിയെ അപ്പോൾ ഈ ഡ്രോണിൽ ഉപയോഗിച്ച് വിത്ത് പതച്ചത് ചിലവർ പറയുന്നത് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡ്രോൺ ഉപയോഗിച്ചത് നമ്മുടെ വിത്ത് തൊഴിലാളികൾ പതയ്ക്കുമ്പോൾ കാൽപാദങ്ങളിലൊക്കെ വിത്തുകളൊക്കെ പോകുമ്പോൾ അത് നശിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ സമയത്ത് ഇത് പറഞ്ഞാൽ പലപ്പോഴും ഈ വിത്ത് കൃഷി തൊഴിലാളികൾ പതയ്ക്കുമ്പോൾ പല ദിവസങ്ങളായിട്ടാണ് പോവുക. ഒറ്റ ദിവസത്തെ കൊണ്ട് ഇത് പണിയുമ്പോൾ മൊത്തത്തിൽ അതൊരു ഏകീകരിച്ച സ്വഭാവത്തിൽ വരുന്നു. അപ്പോൾ കാർഷിക തൊഴിലാളികളെ നിലനിർത്തിക്കൊണ്ടുള്ള തൊഴിലാണ് കാർഷിക പണിയാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊരു അഭിപ്രായം ഞാൻ അവർ പറയുകയും ചെയ്തു. അപ്പോൾ അതൊരു നോക്കി നമുക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്നാണ് അവിടുത്തെ പാഠശാലകൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ അതിലുള്ള എല്ലാ സഹായവും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കണം എന്നൊരു രീതിയിലേക്ക് നമ്മൾ അങ്ങനെ ഒരു നിർദ്ദേശം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തൊഴിൽ സംരക്ഷിക്കുകയും കൃഷിക്കാരൻ്റെ കൃഷി ആയിട്ട് ബന്ധപ്പെട്ട സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ സർക്കാരും കൂടി ഒരു കൈ കടത്തിയാൽ ഞാൻ പറയുന്ന ആശയത്തോട് തൊഴിലാളിയും കർഷകനും കൃഷിക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോയി ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ആ വരുമാനം ഞാൻ പറഞ്ഞു, ഒരു സൊസൈറ്റി രൂപീകരിച്ച് നമ്മൾ നെല്ല് സംഭരിച്ച് ആ നെല്ല് അരിയാക്കി പോകുമ്പോൾ ആ ഒരു വരുമാനം വെച്ച് ഒരുപാട് തൊഴിലാളികൾക്ക് നമുക്ക് ഈ തൊഴിലുമായി ബന്ധപ്പെടുത്തി ഈ പറഞ്ഞ തൊഴിൽ പോയെങ്കിലും ഈ തൊഴിൽ നമുക്ക് സംരക്ഷിച്ച് പോകാം എന്നാണ്. അതിനൊരു പേരും കൊടുക്കേണ്ടത് ഞാൻ ഒന്നെങ്കിൽ നാട്ടിയ റൈസ് അല്ലെങ്കിൽ അന്തിക്കാട് റൈസ്, അന്തിക്കാട് കൂടുതൽ ആ രീതിയിൽ പേര് കൊടുത്ത് നമുക്ക് വ്യാപകമായി ഇതിൻ്റെ വരുമാനം നോക്കി കുറച്ച് ആൾക്കാർ ഇപ്പം നെല്ല് അരിയാക്കുമ്പോൾ തന്നെ പുതിയ പ്രൊഡക്ഷൻ വേറെ രീതിയിൽ ഉണ്ടാക്കാമല്ലോ. അരി തന്നെ ഉണ്ടാക്കണം എന്നില്ലല്ലോ, വേറെ രീതിയിലേക്ക് നമുക്ക് കയറ്റി കൊണ്ടുവരാനുള്ള മിഷനറിക്ക് തയ്യാറാക്കി പോകുന്നതാണ് കാർഷിക മേഖല നമ്മുടെ ഒരു മനസ്സിലുള്ള ആഗ്രഹം സാഫല്യീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇനി കുറച്ച് നാൾ കൂടി അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ആരോഗ്യപരമായ മാറ്റങ്ങൾ ഈ രംഗത്തുണ്ടാക്കാൻ കഴിയും. അതാണ് പ്രതീക്ഷ എൻ്റെ മനസ്സിലുള്ളത്. ഈ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ നെല്ല് സംഭരണം എന്നത്. ഇപ്പോഴും അതെ, കോൾപ്പാടങ്ങളിലെ കർഷകർ ഇപ്പോഴും അവർക്ക് സംഭരിച്ച നെല്ലിൻ്റെ കാശ് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം വേറെ. താങ്കളുടെ പാർട്ടിയാണ് കൃഷി വകുപ്പ്, അതുപോലെ തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസും താങ്കളുടെ പാർട്ടി തന്നെയാണ്. ഈ കർഷകൻ്റെ ഈ പ്രശ്നങ്ങൾ വളരെ തോതിൽ ഇപ്പോൾ രൂക്ഷമായി നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ വരുന്നത് പൊന്നാനി മേഖലയിൽ നിന്നാൽ കോൾപ്പാടങ്ങളാണ്. അവിടുത്തെ കർഷകൻ കുറേ കാലം നെല്ല് കിട്ടിക്കിടന്നു. ഇപ്പോൾ സംഭരിച്ച നെല്ലിൻ്റെ പണത്തിന് വേണ്ടി നടക്കുന്നു. കേരളത്തിൽ ഉടനീളം ആ സംഭവം നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ കർഷകന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, അല്ലെങ്കിൽ കർഷകന് വേണ്ടി നമ്മൾ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോഴും കർഷകന് ആത്യന്തികമായിട്ട് അവന് കിട്ടേണ്ട അവൻ്റെ വിളയുടെ വില കിട്ടാതെ ഇരിക്കുന്നൊരു ബുദ്ധിമുട്ടും അവൻ നേരിടുന്നില്ലേ? അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൃഷിക്കാരെ വികാരം, ഞാനൊരു കർഷക തൊഴിലാളി പ്രവർത്തനമാണെങ്കിൽ പോലും ഈ കൃഷിക്കാരുടെ താല്പര്യങ്ങളും അവരുടെ വിഷയങ്ങളൊക്കെ പഠിക്കുന്ന കൂട്ടത്തിലാണ്.
അവരെ ജീവിതം എന്താണെന്ന് അവർക്ക് കൊടുക്കേണ്ട സാഹചര്യങ്ങളാണ് പഠിക്കാറുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ സഭയിൽ നമ്മുടെ കൃഷിക്കാരെ ഈ പരാതികൾ നിങ്ങൾ പറഞ്ഞ പോലെയുള്ള പരാതികൾ നിലനിൽക്കുകയാണ്. നെല്ലെടുക്കുക, നെല്ലിന് ആവശ്യമായ കാശ് കിട്ടുന്നില്ല. കാശിന് കടലാസ് കൊടുത്താൽ തന്നെ സർക്കാർ പറയുന്ന ബാങ്കിൽ പോയാൽ അവർക്ക് പൈസ കിട്ടാത്തൊരു ഗതികേട് നിലനിൽക്കുന്നു. അപ്പോൾ അത് വലിയ പ്രയാസം, പല ബാങ്കുകളും ആ രീതിയിൽ സമീപിക്കാനായിട്ട് കിട്ടാത്ത അവസ്ഥയിലുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചു. സബ്മിഷൻ അവതരിപ്പിക്കാമെന്നാണ് പറയുക. സബ്മിഷൻ അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ പൊതു സപ്ലൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. മൊത്തത്ര നെല്ലിൻ്റെ പൈസ കൊടുത്ത് കുറച്ച് പൈസ കൂടി കൊടുക്കണം. ഇനി ആ പരാതി പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ നടപടി സ്വീകരിക്കാൻ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. മൊത്തം നെല്ല് സംഭരിക്കുകയാണ്. ആ മൊത്തം നെല്ല് സംഭരിച്ച് അതിൻ്റെ പൈസ കേരള ബാങ്ക് മുഖേന, സർക്കാരിൻ്റെ കീഴിലുള്ള ബാങ്ക് മുഖേന എല്ലാ പൈസക്കും സമയബന്ധിതമായി കൊടുത്ത് തീർക്കും എന്നാണ് സബ്മിഷൻ മുഖേന എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടിയിൽ വളരെ സന്തോഷത്തിലാണ്. കൃഷിക്കാർ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ വളരെ പ്രതീക്ഷയാണ്. എന്നുവെച്ചാൽ വൈകൂല്യ കാശ് കൃത്യമായി സർക്കാർ തരും എന്നൊരു പ്രഖ്യാപനം കൂടി ഈ അടുത്ത അവസരത്തിൽ കഴിഞ്ഞ സഭ കൂടിയപ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടായി. അപ്പോഴാണ് ഇത് കൊടുത്തത്, വിഷയം ഉണ്ടായപ്പോൾ. അപ്പോൾ അതൊരു പരിഹരിക്കപ്പെടും എന്നാണ് പൊതുവിതരണ രംഗവുമായി ബന്ധപ്പെട്ട സപ്ലൈസ് വകുപ്പ് മന്ത്രി അനിൽകുമാർ നമ്മളോട് സബ്മിഷൻ മുഖേന രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അതാണ് ഒരു പരിഹാരം. വേറെ നിർദ്ദേശമൊന്നും അവർക്ക് സർക്കാർ പറഞ്ഞില്ല. ഈ നിർദ്ദേശമാണ് ഏറ്റവും മെച്ചപ്പെട്ട. മന്ത്രി ഇവരൊക്കെ കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച സബ്മിഷൻ അവതരിച്ച തീരുമാനം നമ്മൾ പറയണ്ടായി. വലിയൊരു മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷ. കൃഷിക്കാരൻ്റെ പ്രയാസത്തോട് പിന്നെ അവർക്ക് കിട്ടേണ്ട സബ്സിഡികളൊക്കെയാണ്. സബ്സിഡി, മറ്റേ വളത്തിൻ്റെ സബ്സിഡി, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ, അങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞാൽ കുറേ സബ്സിഡിയിൽ നിന്ന് കിട്ടേണ്ടത്. ആ സബ്സിഡിയൊക്കെ കൃത്യമായി കൊടുക്കാൻ കൃഷി വകുപ്പ് തന്നെ വളരെ ജാഗ്രതയോടെ, കൃഷി വകുപ്പ് മന്ത്രിയെ കുറിച്ച് അറിയാലോ, പ്രസാദാണ്, അത് വളരെ ജാഗ്രതയോടെ, ആൾ കൃഷിക്കാരനും കൂടിയാണ്, പാടത്തിറങ്ങുന്ന ആൾ. അപ്പോൾ ആ കാര്യങ്ങളായിട്ട് ഭംഗിയായി കാർഷിക മേഖല ചിട്ടപ്പെടുത്തി പോകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. നാട്ടിക എന്ന് പറയുമ്പോൾ മത്സ്യമേഖലയെ തൊടാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ മത്സ്യമേഖലയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ. പലപ്പോഴും നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് മത്സ്യവകുപ്പിനും കൃഷി വകുപ്പിനും സംയുക്തമായിട്ടാണ്, കേന്ദ്രത്തിന് ഒരുമിച്ചാണ് ഫണ്ട് വരുന്നത്. അത് ഭൂരിഭാഗം പോകുന്നത് കൃഷി വകുപ്പിലേക്കാണ്. ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാ കാലത്തും അത് അവർക്ക് ആവശ്യത്തിനുള്ള മണ്ണെണ്ണ ലഭിക്കുന്നില്ല തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് താങ്കൾ അഡ്രസ്സ് ചെയ്തത്? നമ്മളിപ്പോൾ മത്സ്യത്തൊഴിലാളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്ക് മുഴുവൻ പറയേണ്ടതില്ല. നമ്മുടെ 3 പഞ്ചായത്തുകളായിട്ട് കടലോരമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കടലോരമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റു മത്സ്യത്തൊഴിലാളിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അവർക്കുണ്ട്. നമ്മുടെ മത്സ്യം മേഖല മാത്രം അവരുടെ ജീവിതമായി കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ജീവിത കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടായി. അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കൊണ്ടുവരുന്ന മത്സ്യത്തെ ഒരു വില നിശ്ചയിക്കുന്നതിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. അത് സംഭരിച്ച് കൊണ്ടുവരുമ്പോൾ പുറത്തുനിന്ന് പറയുന്ന മാർക്കറ്റ് വിലയ്ക്കാണ് കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കത് കൃത്യമായി മാർക്കറ്റ് നടത്തുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കണം. ആ പദ്ധതി ആവിഷ്കരിക്കുന്ന ഭാഗമായിട്ട് ഒരു മിനി ഹർബാർ നമ്മുടെ കഴിഞ്ഞ മുമ്പ് ഇതായിട്ട് ബന്ധപ്പെട്ട് പല MLA-മാരും ആലോചിച്ച് പോയതാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാനത് കൂടി ആലോചിച്ച് നമ്മുടെ ഈ കടലോര പ്രദേശത്തുള്ള തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഭാഗം, ഇപ്പോൾ നമുക്ക് അതിൻ്റെ സംഘങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു സ്പെഷ്യൽ ഒരു സ്കീമായിട്ട് കൊണ്ടുവന്ന് മേഖലയെ രക്ഷിക്കണം എന്നാലോചിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഒരു പ്രധാനമായി നമ്മൾ മിനി ഹാർബർ പണിതാൽ നമ്മുടെ കൊണ്ടുവരുന്ന മത്സ്യം മുഴുവൻ നമ്മുടെ കരയ്ക്ക് കയറ്റി അതിനൊരു സ്പെഷ്യൽ പ്ലാന്റൊക്കെ ഉണ്ടാക്കി ആവശ്യത്തിനനുസരിച്ച് മത്സ്യം കൊടുക്കുക. അത് മൊത്തം വിലയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്കത് പൈസ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അത് മൊത്തം കിട്ടുന്നതിന് വേണ്ടിയുള്ള സംഭരിച്ച് കൃത്യമായി വില നടത്തി അത് നമുക്ക് ആ സ്ഥാപനം വന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ അതുമായി വിപണനം നടത്തുന്ന തൊഴിലാളികളുണ്ട്. അതായിട്ട് അപ്പോൾ അവരുടെ ജീവിതവും ആ പ്രദേശത്ത് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൊഴിലാളികളുടെ ജീവിതം ഈ പറഞ്ഞ സ്ഥാപനം വരുമ്പോൾ നടപ്പാം. അപ്പോൾ അതുകൊണ്ട് ആദ്യമായി ആ പ്രദേശത്ത് ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി 68 ലക്ഷം രൂപയുടെ പദ്ധതി ആദ്യം തന്നെ അതിൻ്റെ പരിശോധനയൊക്കെ നടത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ കോതളം ബീച്ചിലാണ് അതിൻ്റെ സ്കീം നടപ്പാക്കാൻ സർക്കാർ നമുക്ക് നിർദ്ദേശം. അത് പ്രകാരം അടുത്ത് തന്നെ അതിൻ്റെ പരിശോധന നടത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പരിശോധന അടുത്ത് തന്നെ പരിശോധിച്ച് അതിന് പറയുന്നത് 235 കോടി രൂപ അതിന് ചിലവ്. ആ പൈസ നമ്മൾ മാറ്റി ആദ്യം തന്നെ പ്രവർത്തനം ആരംഭിക്കാം എന്നൊരു പ്രതീക്ഷ സർക്കാർ എനിക്ക് തന്നിട്ടുണ്ട്. ആ ഒരു മൂവ്മെൻറ്റിലാണ് ഞാൻ ഇതുമായി മുന്നോട്ട് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, കടലോരമായി ബന്ധപ്പെടുന്ന പ്രദേശം ഒരു സൗന്ദര്യവൽക്കരണം കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. കാരണം കടലിൽ വെറുതെ എടുക്കുന്ന ആൾക്കാർ വന്നു പോകാനും കാണുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി ജീവിതം എന്ന് പറഞ്ഞാൽ അപകടകരമായ ഒരു ജീവിതമാണ്. എന്തുണ്ടെങ്കിലും അവർ സന്തോഷകരമായ ജീവിതത്തിലേക്ക് നയിക്കാൻ
മാതൃകപരമായ രീതിയിലുള്ള സമീപനങ്ങളൊക്കെ സർക്കാർ സൊസൈറ്റി മുഖേന കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ മണ്ണെണ്ണി മറ്റുള്ള സബ്സിഡികളൊക്കെ നമ്മൾ കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ പെട്ടെന്ന് സമയമായിട്ട് വ്യത്യസ്തമില്ലാതെ കൊടുക്കാനുള്ള ആവശ്യമായ നടപടി അതിന് സബ്സിഡി മുഖേന നമ്മൾ ഈ പറയുന്നവർക്ക് കിട്ടേണ്ട വഞ്ചി കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പിന്നെ അതിന് വലകൾക്ക് സബ്സിഡി കൊടുക്കുന്ന ആവശ്യമായ തൊട്ട് സെറ്റ് വരെ സർക്കാരിൻ്റെ പദ്ധതിയുമായി വന്ന് 2 പ്രാവശ്യം മന്ത്രി നമ്മുടെ മത്സ്യത്തൊഴിലാളിയുമായി ബന്ധപ്പെട്ട മന്ത്രി ഫിഷറീസ് വകുപ്പ് മന്ത്രി വരികയുണ്ടായി. കേന്ദ്രമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള മന്ത്രി ഒരു ദിവസം വന്ന് പരിശോധന നടത്തിപ്പോയി. പക്ഷേ നമ്മുടെ പ്രദേശ കേന്ദ്രമൊന്നുമല്ല. നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ കേരളത്തിലെ മേഖലയുമായി ബന്ധപ്പെട്ട് മത്സ്യ സംരംഭത്ത് ജീവിക്കുന്ന തൊഴിലാളി കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുക ഇപ്പോൾ മന്ത്രിയായിട്ട് ആലോചിച്ച് തീരുമാനിച്ചു. അപ്പോൾ മന്ത്രി വന്ന് ഒന്നും കൂടി ഒരു പരിശോധന നടത്തി ഈ പദ്ധതി കൂടുതൽ മെച്ചപ്പെട്ടതാക്കണമെന്നാണ്. പിന്നെ അവർക്കുള്ളത് കടലിൽ പോയി വരുന്നവർക്കൊക്കെ ചില അപകടസ്ഥിതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ചില നടപടികളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഇൻഷുറൻസ് എടുക്കണം, അതുപോലെ തന്നെ ക്ഷേമനിധിയിൽ അംഗമാക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അംഗമാണെങ്കിൽ പോലും ചിലപ്പോൾ സാമ്പത്തിക പ്രയാസം കൊണ്ടൊക്കെ ചില തൊഴിലാളികൾ അബദ്ധത്താൽ ചിലപ്പോൾ ഇൻഷുറൻസ് പുതുക്കിയിട്ടുണ്ടാവില്ല. എന്നൊക്കെ എന്തെങ്കിലും പ്രകൃതി ഇതൊക്കെ എപ്പോഴും വരുന്നതല്ലേ. അപ്പോൾ അവിടെ പെട്ടാൽ ഞാൻ പറയുന്നത് അതൊക്കെ മാറ്റി വെക്കുക. ഈ തൊഴിലാളി ആയിട്ടുണ്ടെങ്കിൽ മത്സ്യം പിടിക്കുന്ന തൊഴിലാളികളുടെ ജീവിതത്തിൽ സുരക്ഷിതമായ രേഖകളില്ലാതെ തന്നെ നമ്മുടെ അവിടുത്തെ ആൾക്കാരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ തൊഴിലാളി സ്ഥിരമായി മത്സ്യം പിടിക്കാൻ പോകുന്ന തൊഴിലാളിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഇൻഷുറൻസ് ചേർന്നില്ലെങ്കിലും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബത്തെ രക്ഷിക്കാൻ സർക്കാർ ഇടപെട്ട് ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ജീവിതം കുടുംബത്തെ സംരക്ഷിക്കുക. ഞാൻ ഇപ്പോൾ 2 ദിവസം തന്നെ ഒരു അപകടത്തിൽപ്പെട്ട 2 ആളെ കുടുംബത്തിൽ പോയി. അവർ കരയാണ്. ഇനി വേറെ ഞങ്ങളുടെ കുടുംബം നോക്കുന്നത് ഈ അച്ഛനാണ്, അമ്മ സഹോദരനാണ്, മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ പറയും സർക്കാർ നമുക്ക് അപായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ എന്തായാലും മത്സ്യമേഖലയെ സംരക്ഷിക്കാൻ കടലുമായിട്ട് ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് പോകാൻ സർക്കാർ ബദൽ നിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുമ്പ് ഒന്ന് ക്ഷേമനിധിയിൽ അംഗങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് ചേരണം, എങ്കിലും പൈസ കിട്ടുള്ളൂ. പക്ഷെ അത് പോരാ. പിന്നെ അതിൽ പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കടലിൽ പോയി വരുന്നവരെ നമ്മൾ എല്ലാ അപകടത്തിൽ പെട്ട് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ പറയുന്നത് പോസ്റ്റ്മോർട്ടം നടത്തണം, എങ്കിൽ മാത്രമേ ആനുകൂല്യം കിട്ടുള്ളൂ എന്നൊന്ന് പറയുന്നത്. പക്ഷെ അത് പോരാ, അത് വേണമെന്നില്ല. കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള മത്സ്യത്തൊഴിലാളിയുടെ ജീവിതത്തിൽ അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അത് അത്രയും പെട്ടെന്ന് അത് അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കാതെ തന്നെ അവർക്ക് അടിയന്തരമായ സഹായം കൊടുക്കാനും ആവശ്യം നടപടി സ്വീകരിക്കാനും നമ്മൾ സർക്കാരിനെ സമീപിച്ചിട്ട് അതും വേണ്ടതുപോലെ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത്. കടൽ തീരം അങ്ങനെ ഒരു വലിയ അപകടമില്ലാതെ നമ്മുടെ നാട്ടിക മേഖലയുമായി ബന്ധപ്പെടുന്ന മേഖല വലിയ അപകടമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുമാത്രമല്ല നമ്മൾ ആലോചിച്ചിട്ടുള്ളത്, കടൽ തീരമായി ബന്ധപ്പെടുന്ന മഹാഭൂരിപക്ഷം കുടിലുകളുണ്ട്. ആ കുടിലുകളുമായി അവർക്ക് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാധീനങ്ങളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വിദ്യാഭ്യാസം, കുട്ടികളെ ആരോഗ്യപരമായ ചികിത്സ രീതികളൊക്കെ അവിടെ വേണം. അതിന് ശാശ്വതമായി പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക. അപ്പോൾ അതിന് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണം, കുട്ടികളുടെ വിദ്യാഭ്യാസപരമായി ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ നമ്മുടെ മത്സ്യത്തൊഴിലാളി മക്കൾക്കുണ്ട്, കുടുംബങ്ങൾക്കുണ്ട്. അത് സമയബന്ധിതമായി പ്രയാസപ്പെടുത്താതെ ആ ബാധ്യതകളൊക്കെ എഴുതി തള്ളുന്നതിന് ആവശ്യമായ നടപടികൾ, കടബാധ്യതകൾ മുഴുവനും എഴുതി തള്ളണം. എങ്കിൽ മാത്രമാണ് മത്സ്യത്തൊഴിലാളിക്ക് കടലിൽ പോയി മീൻ പിടിച്ച് വരുമ്പോൾ അതൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതിലുണ്ട് ഒന്ന്, മത്സ്യം കൊണ്ടുവന്ന് സംഭരിച്ച് അത് വിൽപ്പന നടത്തുന്ന ആവശ്യമായ ഒരു ഇടത്തട്ടുകാരെ ഇല്ലാതെ തന്നെ നേരിട്ട് തൊഴിലാളിക്ക് നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആലോചിച്ച് നമ്മൾ മന്ത്രിയായിട്ട് ആവശ്യപ്പെട്ട് നല്ല നിർദ്ദേശമാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം അതനുസരിച്ച് നമ്മൾ 2-3 ക്യാമ്പയിൻ നാട്ടിക മേഖലയുമായി ബന്ധപ്പെട്ട് കടലോര തീരമായി ബന്ധപ്പെട്ട് 2-3 ക്യാമ്പയിൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും സർക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ഈ തൊഴിലാളി സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ടൂറിസം മേഖല, അപ്പോൾ കടൽ തീരവും ടൂറിസം മേഖല തന്നെ നമുക്ക് വലിയ ഗുണകരമാണ്. അപ്പോൾ ആ രീതിയിൽ ടൂറിസം മച്ചപ്പാട് സ്നേഹതീരുണ്ട്, അതിനാവശ്യമായ 3.5 കോടി രൂപ ഞാൻ കൊടുത്തു. പിന്നെ ചാരൂർ പഞ്ചായത്ത് പുള്ള് ഉണ്ട്, ആ പുള്ളിലും ആവശ്യമായ രീതിയിലൊരു അപ്പോൾ ദിവസം എന്നോണം നമ്മുടെ കടൽ തീരത്തിൽ വരുന്നപ്പോൾ തന്നെ ചാരൂർ പ്രദേശത്തെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ വലിയ സൗന്ദര്യവൽക്കരണമാണ്. അപ്പോൾ ആ സൗന്ദര്യം നിലനിർത്തുന്ന ആവശ്യമായ രീതിയിലുള്ള 2 കോടി രൂപ നമ്മൾ വികസനമായി ടൂറിസവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാട്ടികയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിക ബീച്ചുമായി ബന്ധപ്പെട്ട് അവിടെയും ഇത് പറഞ്ഞ പോലെ സംരക്ഷിക്കുന്ന ആവശ്യമായ രീതിയിലുള്ള 2 കോടി രൂപ അതിന് മാറ്റി. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കുന്ന മനസ്സിൽ വരുന്ന
എന്തൊക്കെയാണ് ആ പ്രദേശത്ത് ടൂറിസമായി ചെയ്യുന്നതൊക്കെ നമ്മൾ പിന്നെ 4 അമ്പലമായി ടൂറിസം. ഇപ്പോൾ അമ്പലമായിട്ട് വരുന്ന ടൂറിസം അമ്പലത്തിൽ പ്രയാർ അമ്പലം നമ്മുടെ ആ പ്രദേശത്തെ ഏറ്റവും വലിയൊരു അമ്പലമാണ്. ഗുരുവായൂർ ഇതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട്, അതുപോലെ ഇരിങ്ങാലക്കുട ക്ഷേത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട 4 അമ്പല ദർശനമൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെടുത്തി ടൂറിസം മേഖലയുമായി തിട്ടപ്പെടുത്തുന്ന ആവശ്യമായ ഇടപെടലും അപ്പോൾ ആവശ്യമായ രീതിയിൽ നമ്മൾ ടൂറിസം മേഖലയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഒരാൾക്കും വന്നാൽ വിട്ടുപോകാത്തൊരു ഇവിടെ തന്നെ നിന്ന് അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്ന ആവശ്യമായ ഓരോ വർഷവും അതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സർക്കാരായിട്ട് ഇടപെട്ട് ആവശ്യമായ ട്രാൻസ്പോർട്ടും കാര്യങ്ങളും ചെയ്തു കൊടുത്ത് താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ആവശ്യമായ നമ്മൾ നടപടി ചെയ്തിരുന്നു. അപ്പോൾ അതായിട്ട് ടൂറിസം മേഖലയെ സംരക്ഷിക്കുന്ന ആവശ്യമായ നടപടികൾ നമ്മൾ 4 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ടൂറിസം മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ 9 വർഷം പിന്നിട്ട് 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അതിൻ്റെ 9 വർഷത്തിൻ്റെ അകത്ത് ഞാനില്ലല്ലോ. ഞാൻ 4.5 വർഷമായിട്ടുള്ളൂ പകുതി. അതെ. അപ്പോൾ 9 വർഷത്തിൻ്റെ 5 വർഷത്തിന് മുമ്പത്തെ സർക്കാരിൻ്റെ ഇത് പഠിച്ചിട്ടുണ്ട് കുറേശ്ശെ. ആ പഠനത്തിനനുസരിച്ച് തുടർ വികസനമാണ് നമ്മുടെ ഈ 9 വർഷത്തിൻ്റെ 4.5 വർഷം കൂടി ഞാൻ ചെയ്യുന്ന പ്രവർത്തനം. അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തന രംഗത്ത് വളരെ സന്തോഷകരമാണ്. സർക്കാർ എന്തൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ മണ്ഡലത്തിൽ വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. അതാണ് പിന്നെ ഉള്ളത് നമുക്ക് ആരോഗ്യ മേഖലയാണ്. എല്ലാ പഞ്ചായത്തിലും ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ പഴയ കാലത്ത് ഒരു വ്യത്യാസമാണല്ലോ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം. എല്ലാ ഹോസ്പിറ്റലിൻ്റെയും പുതിയ പ്രവർത്തനത്തിൻ്റെ ഭാഗം ആരോഗ്യ സംരക്ഷണം നടത്താൻ എല്ലായിടത്തും നമ്മൾ പുതിയ ആധുനിക രീതിയിലുള്ള മെഷീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ, സർക്കാർ ഹോസ്പിറ്റൽ പ്രൈവറ്റിനേലും മെച്ചപ്പെട്ട രീതിയിൽ അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപ്പാക്കാൻ പല ഫണ്ടുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ അടുത്തോടുകൂടി അന്തിക്കാട് ഇപ്പോൾ തന്നെ 10 കോടി രൂപ കൊടുത്തിട്ടുള്ളത്. അന്തിക്കാട് ഹോസ്പിറ്റൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലാക്കി മാറ്റാൻ. താലൂക്ക് ഹോസ്പിറ്റലാക്കാൻ പറ്റില്ല, കാരണം ഒരു താലൂക്ക് ഇത്ര ഹോസ്പിറ്റലിൽ വരാൻ പാടും, താലൂക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് അന്തിക്കാട് ഹോസ്പിറ്റൽ പഴയകാല ചരിത്രമുള്ളതാണ് അന്തിക്കാട്. അപ്പോൾ അതൊരു ഹോസ്പിറ്റൽ അത് വലിയൊരു ചരിത്രമാക്കുന്നതിന് വേണ്ടി 10 കോടി രൂപ ഇപ്പോൾ നമ്മൾ അനുവദിച്ച അതിൻ്റെ പ്രവർത്തനം അത് കൊടുക്കാനുള്ള കാരണം നമ്മുടെ നവകേരള സദസ്സ് മുഖ്യമന്ത്രി വരാണ്ടായി. അപ്പോൾ അതിൽ വെച്ചൊരു പദ്ധതിക്ക് 7 കോടി രൂപ തരേണ്ട സർക്കാർ. അതിൽ നിന്ന് 5 കോടി രൂപ അങ്ങോട്ട് മാറ്റിവെച്ചു. 2 കോടി രൂപ ചേർപ്പ് മേഖലയുമായി, നമ്മുടെ മേഖല 9 പഞ്ചായത്ത് ചേർപ്പും കൂടി ഉൾപ്പെടുന്നതാണ്. അങ്ങനെ 7 കോടി രൂപ ആരോഗ്യ സംരക്ഷണ രംഗത്തേക്ക് ഇപ്പോൾ കിട്ടിയ പൈസ നമ്മൾ മാറ്റിവെച്ചിട്ടാണ് ആരോഗ്യ സംരക്ഷണം. പിന്നെ വിദ്യാഭ്യാസ മേഖല വെച്ചാൽ എല്ലായിടത്തും സർക്കാരിൻ്റെ ഒരു കയ്യൊപ്പ്. എല്ലാ മേഖലയിലും ആ വികസനവുമായി ബന്ധപ്പെട്ടവരെ പുതിയ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കെട്ടിടം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പണിത് ഇപ്പോൾ 3-4 നമ്മൾ 18 കോടി രൂപയുടെ വികസനം ഈ രംഗത്ത് നമുക്ക് അത്യാവശ്യം പുതിയ കെട്ടിടം പണിയാനും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കൊടുക്കാനൊക്കെ നമുക്ക് ആ സ്കൂളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പിന്നെ ഒരു ആഗ്രഹമുള്ളത് നാട്ടിക മണ്ഡലത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു കോളേജ്, ശ്രീനാരായണ കോളേജേ ഉള്ളൂ. ആ കോളേജിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ മറ്റേ പഠിച്ചൊക്കെ തയ്യാറായിട്ട് എല്ലാ വർഷവും നല്ല രീതിയിലുള്ള A+ കിട്ടുന്ന കുട്ടികളാണ് നല്ല രീതിയിൽ പഠിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് പൂർണ്ണമായി പഠിച്ചു പോകാനുള്ള പഠിക്കാനുള്ള കോളേജ് ഇപ്പോഴും പരിമിതമാണ്. അപ്പോൾ കോളേജ് മെച്ചപ്പെടുത്തി നിൽക്കാൻ വേണ്ടി ശ്രീനാരായണ കോളേജ് മാത്രം പോരാ, ഒരു സർക്കാർ നേരിട്ട് നടത്തുന്ന നല്ല ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ പുതിയ ഇന്നത്തെ വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് നമുക്ക് ചേർപ്പ് കുറച്ച് സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. ചേർപ്പിൽ ഒരു കോളേജ്, ഇപ്പോൾ സർക്കാരിൻ്റെ ഇതിൽ ഒരു കോളേജ് പണിയുന്ന ആവശ്യം നടപടിക്ക് പ്രവർത്തനം വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിച്ചിട്ടുണ്ട്. താങ്കളുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറഞ്ഞുകൊണ്ടൊരു വിവാദം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പിന്നീട് വിശദീകരണങ്ങളൊക്കെ പാർട്ടി സംഘടനാപരമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വികസനം പദ്ധതിയൊക്കെ നമുക്ക് ആവശ്യമായി പറയാം. സംഘടനാ രംഗത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അപ്പുറം കടക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ്. വേറെ എന്ത് നിലപാടും ഞാൻ വലിയ ദേശീയ സർവീസ് നേതാവ് അല്ലെങ്കിലും ഒരു പ്രാദേശിക നേതാവിൻ്റെ പ്രവർത്തനം ഇപ്പോഴും തുടരാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു വിജയം. ഇപ്പോൾ പാർട്ടി രംഗത്ത് അങ്ങനെ തന്നെ മുകളിൽ നിന്ന് KPT ഇറക്കിയാലും ഞാൻ കിടക്കുന്ന അതിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി ചില നിർദ്ദേശങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സമീപനം, എൻ്റെ പ്രവർത്തന രീതിയും അങ്ങോട്ട് പറയേണ്ടതില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് ഗ്രാമ തൊട്ട് സ്റ്റേറ്റ് വരെ ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തണം എൻ്റെ അഭിപ്രായം അനുസരിച്ച് പരിഹാരം കണ്ടെത്താമെന്നൊരു നിർദ്ദേശം സംസ്ഥാന കൗൺസിൽ ബിനോയ് വിശ്വം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ചില കാര്യങ്ങൾക്ക് ചില മാർഗനിർദ്ദേശവും പാർട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയേണ്ടി വരും, അതിന് സമാധാനം പറയേണ്ടി വരും എന്ന്
അപ്പോൾ ഓക്കെ എന്നും പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ എന്നെ ആ രീതിയിൽ ഇപ്പോൾ അങ്ങനത്തെ കുറവുണ്ടാക്കിയാൽ തന്നെ വീണ്ടും അതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള സമീപനമാണ്. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടാവട്ടെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ, അഭിപ്രായം സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതാണ്. എൻ്റെ സംസാരം കേട്ടിട്ടുണ്ട്. പാർട്ടിയുടെ പറഞ്ഞ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞ കാര്യം പൂർണ്ണമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അംഗമെന്ന നിലയിൽ ഭംഗിയായി നടപ്പാക്കും എന്ന ഒരു ഉറപ്പ് ഞാൻ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് എന്നിൽ അർപ്പിതമായൊരു വിശ്വാസം. ആ നില ആണ്. മറ്റുള്ള പാർട്ടി വ്യത്യസ്തമായി പൊതു രാഷ്ട്രീയ രംഗത്തുള്ള ഞാൻ എല്ലാവരും പഠിക്കുന്ന കൂട്ടത്തിലാണ്. ചിലപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പാർട്ടികളെ കുറിച്ച് എനിക്ക് ആശയത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ പാർട്ടിയുടെ ചില ആശയമുണ്ട്. ആ പാർട്ടി ആശയം എല്ലാ പാർട്ടിക്കാരും നടപ്പിലാക്കണമെന്നാണ് പൊതു രാഷ്ട്രീയ രംഗത്ത് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ BJP വന്നാലും കോൺഗ്രസ് വന്നാലും അതൊക്കെ വന്നാലും ഒരു രാഷ്ട്രീയ പോളിസി ഉണ്ട്. ആ പോളിസി വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ, അത് ഉള്ള കാലം വരെ, ജീവനുള്ള കാലം എന്നും പറയുമല്ലോ, അതുപോലെ നമ്മൾ പാർട്ടി രംഗത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ആശയവും കാര്യങ്ങളുണ്ട്. അത് മെച്ചപ്പെട്ട രീതിയിൽ പോകാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരാളെയും വ്യത്യസ്തമായ ഒന്നായി കാണലുണ്ട്. ഒരാൾ പോയി കഴിഞ്ഞാൽ തന്നെ ചില താല്പര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വേറെ എന്നെ പറഞ്ഞാൽ തന്നെ നല്ല ആശയത്തിലേക്ക് കൊണ്ടുവരാനുള്ള രീതിയിൽ നമ്മൾ ഇടപെടണം. അപ്പം തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇടപെട്ട് അവരെ തെറ്റായ അവസരങ്ങൾ തിരുത്തി പ്രസ്ഥാനമായി അടുപ്പിച്ച് പോയെങ്കിലാണ് വരും കാലങ്ങളിൽ നമ്മുടെ ആശയം ലോകത്തുള്ള പോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തോ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ നടപ്പാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന കൂടുതൽ ആളാണ്. ഏത് കുഴപ്പമുണ്ടെങ്കിലും പരിഹരിക്കപ്പെടണം. എല്ലാ കാലത്തും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു രണ്ട് അഭിപ്രായങ്ങളുണ്ട്. നമ്മളതിന് വിഭാഗീയത എന്ന് CPM-നകത്താണ് നമ്മൾ കൂടുതലും കേട്ടിരിക്കുന്നത്. ഇപ്പോൾ CPI-ക്കകത്ത് ഇപ്പോൾ അത്തരത്തിലൊരു ഇത് നിൽക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞത്, പാർട്ടി രംഗം എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നൊരു പാർട്ടിയാണ്. ആ വിശ്വസിക്കുന്ന പാർട്ടിയുടെ അകത്ത് മരണം വരെ അതിൻ്റെ അകത്തോട്ട് ഒരാളാണ്. അതെന്ത് സംഭവിച്ചാലും ആ സംഭവിച്ചത് തന്നെ നമ്മൾ അകത്ത് നിൽക്കുന്നുണ്ടല്ലോ. ഈ അകത്ത് നിൽക്കുന്ന കാലത്തോടെ പ്രതികരിക്കുമ്പോൾ തന്നെ വലിയ നേതാക്കന്മാർക്കും അതിനോടുള്ള നേതാക്കന്മാർക്ക് ബോധ്യപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് സമ്മേളനത്തിൻ്റെ അകത്ത് എന്തോ ചർച്ച ഉണ്ടെങ്കിൽ തന്നെ അത് കമ്മിറ്റി കൂടി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുകയാണ് സംഘടന. ആ സംഘടന എന്ന് പറഞ്ഞാൽ അതൊരു ആശയം. അത് എന്ത് കുറവുണ്ടെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്. ഞാൻ എന്താ CPI-യിൽ നിൽക്കാൻ കാരണം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് ആശയത്തോട് വളരെ താല്പര്യമാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ എന്ത് തെറ്റുണ്ടെങ്കിലും അത് പരിഹരിച്ച് പോകാൻ കഴിവുള്ളൊരു പ്രസ്ഥാനം. എന്നുവെച്ചാൽ ഒരാൾ പറഞ്ഞാൽ അത് പഠിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ്. ആശയത്തോട് യോജിച്ചു പോലാണ് ഏറ്റവും മർമ്മപ്രധാനമായ പാർട്ടിയുടെ ആശയം എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ അകത്ത് ആരൊക്കെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, അവിടെ പാർട്ടി കൗൺസിലിനൊക്കെ അങ്ങനെ ഒഴിവാക്കി, അതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് വെച്ചാൽ പാർട്ടി വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നേതൃത്വം അല്ല വിഷയം. നമുക്ക് ആശയത്തോടുള്ള കൂറും ആ കൂറ് പോലത്തെ പോലാണ് ഇപ്പോഴും നൽകുക. എത്ര പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും നമ്മൾ മുന്നോട്ട് പോകും എന്നാണ് നമ്മുടെ പാർട്ടി പരമായിട്ടുള്ളതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഈ പാർട്ടി ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുന്ന സമയത്ത് BJP സമീപിച്ചിരുന്നു എന്നൊരു വാർത്തയുണ്ട്. അത്തരത്തിലുണ്ടായിട്ടുണ്ടോ? അങ്ങനെ BJP അതെല്ലാ പാർട്ടിക്കാരും സമീപിച്ചു. ഇനി നമ്മൾ മറച്ചു വയ്ക്കേണ്ട കാര്യമല്ലോ, സമീപിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിപ്പോൾ 64 വയസ്സായി. ഞാൻ തുടർന്ന് വന്ന എൻ്റെ പ്രസ്ഥാനമായിട്ട് ബന്ധമാണ്. ASAP മുതൽ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ എക്സിക്യൂട്ടീവ് വരെ നമ്മൾ എത്തിച്ചേർന്ന ഒരു സഖാവാണ്. നമുക്ക് ഇനി വേറെ ഇതൊരു ചിന്തയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എന്ത് സംഭവിച്ചാലും, ഞാൻ എൻ്റെ ഉയർന്ന ലീഡർഷിപ്പ് എന്ത് പറഞ്ഞാലും അവരെ മുമ്പിൽ ഒരു കണ്ണി പോലെ ഞാനത് എൻ്റെ ആശയങ്ങൾ മുന്നോട്ട് പോകാൻ, പാർട്ടിയുടെ ആശയമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് പ്രതിസന്ധി ഉണ്ടാവട്ടെ, പാർട്ടിയാണ് ഏറ്റവും വലിയത്. അത് ജനങ്ങളിൽ അർപ്പിതമായൊരു വിശ്വാസമുണ്ട്. അതാണല്ലോ നമ്മൾ അവിടെ ചെന്ന് നിന്നാലും അനുകൂലമായ സാഹചര്യം ജനങ്ങളെ തന്നെ അർപ്പിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ മണ്ഡലത്തിലും വലിയ വലിയ കുഴപ്പങ്ങൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ. എൻ്റെ മണ്ഡലത്തിലും അങ്ങനെ പ്രതിഷേധം ഇല്ല എന്ന് ഞാൻ വിശ്വസിച്ചാൽ എല്ലാവരും നമ്മുടെ ആശയത്തെ അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ കാര്യത്തെ അനുകൂലിക്കുന്നു. നല്ലൊരു മാതൃകമായ ഒരു മണ്ഡലമാക്കി മാറ്റിയെടുക്കാൻ 4.5 വർഷം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI-യുടെ ആശയം മനസ്സിലുള്ളത് കൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, അത് നല്ലൊരു ആശയമായിട്ടാണ് ഇപ്പോഴും മനസ്സിൽ പോകുന്നത്. ആരൊക്കെ എത്ര പ്രതികരിച്ചാലും നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും അത് എന്തായാലും അപ്പോൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഞാൻ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെ ഉണ്ടാകുള്ളൂ എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട്. ഞാനിപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുമ്പോൾ ഒന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞപ്പോൾ ഉള്ള സത്യം തുറന്നു പറയാതെ മനുഷ്യനല്ലല്ലോ. അപ്പോൾ ഒരു പ്രവർത്തകൻ, ഒരു സാധാരണ, ഇപ്പോൾ ഞാൻ ഒരു സാധാരണ പ്രവർത്തകനാണ്, അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നു. എനിക്കതിൻ്റെ വ്യക്തിപരമായ കാര്യം ജനങ്ങൾ വരും, ജനങ്ങൾ കാര്യം പരിഹരിക്കാൻ അങ്ങനെ ബന്ധമാണെന്ന് തോന്നിയിട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ പല പാർട്ടികളും സമീപിച്ചൊന്ന്, അതിപ്പോൾ എല്ലാ പാർട്ടികൾക്കും അറിയാം. ഇപ്പം എൻ്റെ നിങ്ങൾ തന്നെ വർത്തമാനം പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ അവർക്കറിയാം എന്തൊക്കെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു. അതൊന്നും പറയുന്നില്ല. അതൊന്നും ഞാൻ പറഞ്ഞ എൻ്റെ പാർട്ടിയുണ്ട്, എൻ്റെ പാർട്ടി പറയുന്ന ആശയത്തോട് മുന്നോട്ട് പോകാനാണ്. പലരും എൻ്റെ കഷ്ടപ്പാടും ദുരിതം കണക്കാക്കിക്കൊണ്ട് പ്രഖ്യാപനമുണ്ടായി. ഞാനതൊന്നും സ്വീകരിച്ചില്ലല്ലോ.
വേണ്ട, എൻ്റെ പാർട്ടി ചില നിർദ്ദേശങ്ങളുണ്ട്. ആ പാർട്ടി പറയുന്ന നിർദ്ദേശം അനുസരിച്ച് എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോകലാണ്. അപ്പം അത് വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോഴും ഞാൻ എൻ്റെ പാർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന രീതിയിൽ വളരെ സന്തോഷകനാണ്. ഇനിയിപ്പോൾ നേതൃത്വപരമായ പങ്കില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി തുടരും. സഖാവ് പറഞ്ഞത് താങ്കൾക്ക് ഒരുപാട് സഹായങ്ങൾ താങ്കളുടെ കഷ്ടതകളുടെ ഇടയിൽ വരികയുണ്ടായി. അതിൽ താങ്കൾ അത് നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പലരും ചിലരെങ്കിലും അപൂർവം ചിലരെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുടെ പണം വാങ്ങിക്കൊണ്ട് മക്കളുടെ കല്യാണമെല്ലാം നടത്തിയ നേതാക്കന്മാരുണ്ട് എന്ന ഒരു വിമർശനമുണ്ടായി. അത്തരത്തിൽ ഒരു ജീർണത നമ്മുടെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അതൊന്നും ഞാൻ പറയാൻ യോഗ്യനല്ല. അതൊക്കെ പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിലും അല്ല, ഞാൻ ചോദിച്ചു CPM-നകത്തോ അല്ലെങ്കിൽ CPI-ക്കകത്തോ എന്നല്ല, നമ്മുടെ കേരള രാഷ്ട്രീയത്തിലുണ്ടോ? ഏതായാലും അതിനുള്ള സാധിക്കട്ടെ. 2021 റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് നാട്ടിക എന്ന് വിജയിച്ച് കയറിയത്. പാർട്ടി വീണ്ടും സീറ്റ് തരികയാണെങ്കിൽ വീണ്ടും ഈ തുടർ പ്രവർത്തനങ്ങൾക്ക് സാധ്യത ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.